ഹലോ ഫ്രണ്ട്സ്, ഇൻസൈറ്റ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഡെയിലി കറണ്ട് അഫെയർസ് ഫോളോ ചെയ്യാൻ പറ്റാത്തവർക്കായി മന്ത്ലി കറണ്ട് അഫെയർസ് എന്ന പുതിയൊരു കോഴ്സ് തുടങ്ങുകയാണ്. 2019 ജനുവരി മാസത്തെ കറണ്ട് അഫെയർസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിലവിലുള്ള അവസ്ഥയുമായി എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇനി വരുന്ന വീഡിയോകളിൽ അപ്ഡേറ്റ് ആകുന്നതാണ്. LDC, SI, ഫയർമാൻ, LGS തുടങ്ങിയ പരീക്ഷകൾക്ക് ഉപകാരപ്രദമാകുന്ന കറണ്ട് അഫെയർസ് ആണിത്. 2019 ജനുവരി മാസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 2019 ജനുവരിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2018 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആര്? 2018 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻസ്: എ എം മുകുന്ദൻ, ബി സുഭാഷ് ചന്ദ്രൻ, സി NS മാധവൻ, ഡി പ്രഭാവർമ്മ. ഓപ്ഷൻസ് ഒരിക്കൽ കൂടി വായിക്കാം. എ എം മുകുന്ദൻ, ബി സുഭാഷ് ചന്ദ്രൻ, സി NS മാധവൻ, ഡി പ്രഭാവർമ്മ. ഉത്തരം ഓപ്ഷൻ സി NS മാധവൻ. 2018 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ഓപ്ഷൻ സി NS മാധവൻ. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2017 MK സാനുവിനായിരുന്നു പുരസ്കാരം. രണ്ടാമത്തെ ചോദ്യം: ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായാണ് ജയർ ബൊൽസൊനാരോ ജനുവരി 1 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്? ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായാണ് ജയർ ബൊൽസൊനാരോ ജനുവരി 1 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്? ഓപ്ഷൻസ്: എ ജർമ്മനി, ബി ഹംഗറി, സി ഘാന, ഡി ബ്രസീൽ. ഓപ്ഷൻസ്: എ ജർമ്മനി, ബി ഹംഗറി, സി ഘാന, ഡി ബ്രസീൽ. ഉത്തരം ഓപ്ഷൻ ഡി ബ്രസീൽ. ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായാണ് ജയർ ബൊൽസൊനാരോ ജനുവരി 1 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്? ഉത്തരം ഓപ്ഷൻ ഡി ബ്രസീൽ. മൂന്നാമത്തെ ചോദ്യം: ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 3-ാം തവണയും വിജയം നേടിയ പാർട്ടി ഏതാണ്? ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 3-ാം തവണയും വിജയം നേടിയ പാർട്ടി ഏതാണ്? ഓപ്ഷൻസ്: എ അവാമി ലീഗ്, ബി BNP, സി മുസ്ലിം ലീഗ്, ഡി ജമാഅത്തെ ഇസ്ലാമി. ഓപ്ഷൻസ്: എ അവാമി ലീഗ്, ബി BNP, സി മുസ്ലിം ലീഗ്, ഡി ജമാഅത്തെ ഇസ്ലാമി. ഉത്തരം ഓപ്ഷൻ എ അവാമി ലീഗ്. ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 3-ാം തവണയും വിജയം നേടിയ പാർട്ടി? ഉത്തരം ഓപ്ഷൻ എ അവാമി ലീഗ്. അവാമി ലീഗ് നേതാവ് ഷൈഖ് ഹസീനയാണ് ബംഗ്ലാദേശിൻ്റെ നിലവിലെ പ്രധാനമന്ത്രി. നാലാമത്തെ ചോദ്യം: ഏത് സംസ്ഥാനത്തെ ചീഫ് ജസ്റ്റിസായാണ് മലയാളിയായ തോട്ടത്തിൽ B രാധാകൃഷ്ണൻ നിയമിതനായത്? ഏത് സംസ്ഥാനത്തെ ചീഫ് ജസ്റ്റിസായാണ് മലയാളിയായ തോട്ടത്തിൽ B രാധാകൃഷ്ണൻ നിയമിതനായത്? ഓപ്ഷൻസ്: എ ആന്ധ്രാപ്രദേശ്, ബി ഹരിയാന, സി ബീഹാർ, ഡി തെലങ്കാന. ഓപ്ഷൻസ്: എ ആന്ധ്രാപ്രദേശ്, ബി ഹരിയാന, സി ബീഹാർ, ഡി തെലങ്കാന. ഉത്തരം ഓപ്ഷൻ ഡി തെലങ്കാന. ഏത് സംസ്ഥാനത്തെ ചീഫ് ജസ്റ്റിസായാണ് മലയാളിയായ തോട്ടത്തിൽ B രാധാകൃഷ്ണൻ നിയമിതനായത്? ഉത്തരം ഓപ്ഷൻ ഡി തെലങ്കാന. തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനും വെവ്വേറെ ഹൈക്കോടതികൾ 2009 ജനുവരി 1 നിലവിൽ വന്നു. തെലങ്കാനയിലെ ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് തോട്ടത്തിൽ B രാധാകൃഷ്ണനും ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ചഗരി പ്രവീൺ കുമാറും ജനുവരി 1 ചുമതലയേറ്റു. ആന്ധ്രാപ്രദേശിൻ്റെ ഹൈക്കോടതി വിജയവാഡയിലാണ്
പുതുതായി സ്ഥാപിച്ചിരിക്കുന്നത്? തെലങ്കാനയുടേത് ഹൈദരാബാദിൽ തുടരും. അഞ്ചാമത്തെ ചോദ്യം. കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് രോഹിണി കമ്മീഷൻ താഴെ പറയുന്ന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് രോഹിണി കമ്മീഷൻ താഴെ പറയുന്ന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: എ. വിഴിഞ്ഞം കരാറിലെ അഴിമതി അന്വേഷണം. ബി. റാഫേൽ ഇടപാട് അന്വേഷണം. സി. അനധികൃത സ്വത്ത് സമ്പാദന കേസ് അന്വേഷണം. ഡി. OBC ഉപവിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കൽ. ഓപ്ഷൻസ്: എ. വിഴിഞ്ഞം കരാറിലെ അഴിമതി അന്വേഷണം. ബി. റാഫേൽ ഇടപാട് അന്വേഷണം. സി. അനധികൃത സ്വത്ത് സമ്പാദന കേസ് അന്വേഷണം. ഡി. OBC ഉപവിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കൽ. ഉത്തരം ഓപ്ഷൻ ഡി. OBC ഉപവിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കൽ. കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് രോഹിണി കമ്മീഷൻ താഴെ പറയുന്ന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി. OBC ഉപവിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കൽ. 340 വകുപ്പ് പ്രകാരമാണ് കമ്മീഷനെ നിയമിച്ചത്. 2019 മെയ് 31 വരെ കമ്മീഷന്റെ കാലാവധി നീട്ടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. ആറാമത്തെ ചോദ്യം. ബ്രെയിലി ദിനമായി UN ആചരിക്കുന്നത് എന്ന്? ബ്രെയിലി ദിനമായി UN ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻസ്: എ. ജനുവരി 3. ബി. ജനുവരി 4. സി. ജനുവരി 5. ഡി. ജനുവരി 6. ഓപ്ഷൻസ്: എ. ജനുവരി 3. ബി. ജനുവരി 4. സി. ജനുവരി 5. ഡി. ജനുവരി 6. ഉത്തരം ഓപ്ഷൻ ബി. ജനുവരി 4. ബ്രെയിലി ദിനമായി UN ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി. ജനുവരി 4. UN നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യ ബ്രെയിലി ദിനാചരണമാണ് 2019. കാഴ്ചശക്തി ഇല്ലാത്തവർക്കായി ലൂയിസ് ബ്രെയിലി ബ്രെയിലി ലിപി വികസിപ്പിച്ചതിന്റെ ആദരവായാണ് ഈ ദിനം ആചരിക്കുന്നത്. ലൂയിസ് ബ്രെയിലിയുടെ ജന്മദിനമാണ് ജനുവരി 4. ഏഴാമത്തെ ചോദ്യം. 2018 ഡിസംബർ 30 അന്തരിച്ച മൃണാൾ സെൻ പ്രധാനമായി ഏത് ഭാഷയിൽ നിന്നുള്ള സിനിമാ സംവിധായകനായിരുന്നു? 2018 ഡിസംബർ 30 അന്തരിച്ച മൃണാൾ സെൻ പ്രധാനമായി ഏത് ഭാഷയിൽ നിന്നുള്ള സിനിമാ സംവിധായകനായിരുന്നു? ഓപ്ഷൻസ്: എ. ബംഗാളി. ബി. ഒഡിയ. സി. ഹിന്ദി. ഡി. തെലുങ്ക്. ഓപ്ഷൻസ്: എ. ബംഗാളി. ബി. ഒഡിയ. സി. ഹിന്ദി. ഡി. തെലുങ്ക്. ഉത്തരം ഓപ്ഷൻ എ. ബംഗാളി. 2018 ഡിസംബർ 30 അന്തരിച്ച മൃണാൾ സെൻ പ്രധാനമായി ഏതു ഭാഷയിൽ നിന്നുള്ള സിനിമാ സംവിധായകനായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ. ബംഗാളി. എട്ടാമത്തെ ചോദ്യം. റഷ്യ വിജയകരമായി പരീക്ഷിച്ച ഹൈപ്പർസോണിക് മിസൈൽ ഏതാണ്? റഷ്യ വിജയകരമായി പരീക്ഷിച്ച ഹൈപ്പർസോണിക് മിസൈൽ ഏതാണ്? ഓപ്ഷൻസ്: എ. ബ്രഹ്മോസ്. ബി. ട്രയംഫ് S-400. സി. അവൻഗാർഡ്. ഡി. UR-100N. ഓപ്ഷൻസ്: എ. ബ്രഹ്മോസ്. ബി. ട്രയംഫ് S-400. സി. അവൻഗാർഡ്. ഡി. UR-100N. ഉത്തരം ഓപ്ഷൻ സി. അവൻഗാർഡ്. റഷ്യ വിജയകരമായി പരീക്ഷിച്ച ഹൈപ്പർസോണിക് മിസൈൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. അവൻഗാർഡ്. ശബ്ദത്തേക്കാൾ 20 ഇരട്ടി വേഗമാണ് റഷ്യ ഈ മിസൈലിന് അവകാശപ്പെടുന്നത്. ലോകത്ത് ഹൈപ്പർസോണിക് മിസൈലുകൾ സ്വന്തമായുള്ള ആദ്യ രാജ്യമായി റഷ്യ മാറിയതായി പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ അവകാശപ്പെട്ടു. ഒമ്പതാമത്തെ ചോദ്യം. ICC വനിതാ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ താരം? ICC വനിതാ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ താരം? ഓപ്ഷൻസ്: എ. ഹർമൻപ്രീത് കൗർ. ബി. മിതാലി രാജ്. സി. സ്മൃതി മന്ദാന. ഡി. തിരുഷ് കാമിനി. ഓപ്ഷൻസ്: എ.
ഹർമൻപ്രീത് കൗർ, ബി. മിതാലി രാജ്, സി. സ്മൃതി മന്ദാന. ഉത്തരം ഓപ്ഷൻ സി സ്മൃതി മന്ദാന. ICC വനിതാ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ താരം ഓപ്ഷൻ സി സ്മൃതി മന്ദാന. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റനാണ് സ്മൃതി മന്ദാന. മികച്ച ഏകദിന താരവും സ്മൃതി മന്ദാനയാണ്. ഓസ്ട്രേലിയൻ ടീമിൻ്റെ വിക്കറ്റ് കീപ്പറായ അലിസ ഹെയ്ലിയാണ് മികച്ച T20 താരം. 10ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിക്കപ്പെട്ടത് ആര്? ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിക്കപ്പെട്ടത് ആര്? ഓപ്ഷൻസ് എ. യശ് വർദ്ധൻ കുമാർ സിൻഹ, ബി. സുധീർ ഭാർഗവ, സി. വനജ N സർന, ഡി. നീരജ് കുമാർ ഗുപ്ത. ഓപ്ഷൻസ് എ. യശ് വർദ്ധൻ കുമാർ സിൻഹ, ബി. സുധീർ ഭാർഗവ, സി. വനജ N സർന, ഡി. നീരജ് കുമാർ ഗുപ്ത. ഉത്തരം ഓപ്ഷൻ ബി സുധീർ ഭാർഗവ. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിക്കപ്പെട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ ബി സുധീർ ഭാർഗവ. 2005 നിലവിൽ വന്ന വിവരാവകാശ കമ്മീഷന്റെ 9ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് സുധീർ ഭാർഗവ. വജാഹത്ത് ഹബീബുള്ളയായിരുന്നു ഇന്ത്യയുടെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. 11ാമത്തെ ചോദ്യം. ഓസ്ട്രേലിയക്കെതിരെ നടന്ന 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് 159 റൺസ് നേടി താഴെ പറയുന്ന ഏത് റെക്കോർഡാണ് സ്വന്തം പേരിലാക്കിയത്? ഓസ്ട്രേലിയക്കെതിരെ നടന്ന 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് 159 റൺസ് നേടി താഴെ പറയുന്ന ഏത് റെക്കോർഡാണ് സ്വന്തം പേരിലാക്കിയത്? ഓപ്ഷൻസ് എ. വിദേശ മണ്ണിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം, ബി. വിദേശത്ത് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ, സി. ഓസ്ട്രേലിയയിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം, ഡി. ഓസ്ട്രേലിയയിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ഇന്ത്യൻ താരം. ഓപ്ഷൻസ് എ. വിദേശ മണ്ണിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം, ബി. വിദേശത്ത് ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ, സി. ഓസ്ട്രേലിയയിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം, ഡി. ഓസ്ട്രേലിയയിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ഇന്ത്യൻ താരം. ഉത്തരം ഓപ്ഷൻ ബി വിദേശത്ത് ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. ഓസ്ട്രേലിയക്കെതിരെ നടന്ന 4ാം വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് 159 റൺസ് നേടി താഴെ പറയുന്ന ഏത് റെക്കോർഡാണ് സ്വന്തം പേരിലാക്കിയത്? ഉത്തരം ഓപ്ഷൻ ബി വിദേശത്ത് ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. പാകിസ്ഥാനിൽ 2006 ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ MS ധോണി നേടിയ 145 റൺസിൻ്റെ റെക്കോർഡാണ് ഋഷഭ് പന്ത് മറികടന്നത്. 12ാമത്തെ ചോദ്യം. ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ നടപടികളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ റിസർവ് ബാങ്ക് രൂപവൽക്കരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആര്? ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ നടപടികളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ റിസർവ് ബാങ്ക് രൂപവൽക്കരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻസ് എ. YV റെഡ്ഡി, ബി. അരുണ ശർമ്മ, സി. നന്ദൻ നിലേകനി, ഡി. സഞ്ജയ് ജെയിൻ. ഓപ്ഷൻസ് എ. YV റെഡ്ഡി, ബി. അരുണ ശർമ്മ, സി. നന്ദൻ നിലേകനി, ഡി. സഞ്ജയ് ജെയിൻ. ഉത്തരം ഓപ്ഷൻ സി നന്ദൻ നിലേകനി. ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം
പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ നടപടികളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ റിസർവ് ബാങ്ക് രൂപവത്കരിച്ച ഉന്നത തല സമിതിയുടെ അധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ സി നന്ദൻ നിലേകനി. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാനാണ് നന്ദൻ നിലേകനി. 5 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. 13ാമത്തെ ചോദ്യം. കേരള സർക്കാരിൻ്റെ 2018 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കേരള സർക്കാരിൻ്റെ 2018 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻസ്: എ കലാമണ്ഡലം ക്ഷേമാവതി, ബി ഡോക്ടർ ഇ.വി. രാമകൃഷ്ണൻ, സി എൻ ഹരി, ഡി പി സുശീല. ഓപ്ഷൻസ്: എ കലാമണ്ഡലം ക്ഷേമാവതി, ബി ഡോക്ടർ ഇ.വി. രാമകൃഷ്ണൻ, സി എൻ ഹരി, ഡി പി സുശീല. ഉത്തരം ഓപ്ഷൻ ഡി പി സുശീല. കേരള സർക്കാരിൻ്റെ 2018 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ഡി പി സുശീല. 14ാമത്തെ ചോദ്യം. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? ഓപ്ഷൻസ്: എ ഇന്ത്യ, ബി പാകിസ്ഥാൻ, സി ശ്രീലങ്ക, ഡി ബംഗ്ലാദേശ്. ഓപ്ഷൻസ്: എ ഇന്ത്യ, ബി പാകിസ്ഥാൻ, സി ശ്രീലങ്ക, ഡി ബംഗ്ലാദേശ്. ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ. 15ാമത്തെ ചോദ്യം. വിക്രം മിശ്രി ഏത് രാജ്യത്തെ ഇന്ത്യൻ സ്ഥാനപതിയായാണ് ജനുവരി 7 ചുമതലയേറ്റത്? വിക്രം മിശ്രി ഏത് രാജ്യത്തെ ഇന്ത്യൻ സ്ഥാനപതിയായാണ് ജനുവരി 7 ചുമതലയേറ്റത്? ഓപ്ഷൻസ്: എ പാകിസ്ഥാൻ, ബി ചൈന, സി ബംഗ്ലാദേശ്, ഡി ശ്രീലങ്ക. ഓപ്ഷൻസ്: എ പാകിസ്ഥാൻ, ബി ചൈന, സി ബംഗ്ലാദേശ്, ഡി ശ്രീലങ്ക. ഉത്തരം ഓപ്ഷൻ ബി ചൈന. വിക്രം മിശ്രി ഏത് രാജ്യത്തെ ഇന്ത്യൻ സ്ഥാനപതിയായാണ് ജനുവരി 7 ചുമതലയേറ്റത്? ഉത്തരം ഓപ്ഷൻ ബി ചൈന. 16ാമത്തെ ചോദ്യം. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? ഓപ്ഷൻസ്: എ വിൻസൺ മാസിഫ്, ബി മെൻസിസ്, സി ടൈറ്റൻ ഡോം, ഡി മൗണ്ട് ഗില്ലറ്റ്. ഓപ്ഷൻസ്: എ വിൻസൺ മാസിഫ്, ബി മെൻസിസ്, സി ടൈറ്റൻ ഡോം, ഡി മൗണ്ട് ഗില്ലറ്റ്. ഉത്തരം ഓപ്ഷൻ എ വിൻസൺ മാസിഫ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? ഉത്തരം ഓപ്ഷൻ എ വിൻസൺ മാസിഫ്. 4892 മീറ്ററുള്ള വിൻസൺ മാസിഫ് കീഴടക്കിയ ആദ്യ അംഗപരിമിത വനിത എന്ന റെക്കോർഡ് 2019 ജനുവരി 4 ഇന്ത്യക്കാരിയായ അരുണിമ സിൻഹ സ്വന്തമാക്കി. 17ാമത്തെ ചോദ്യം. ചൈനയുടെ ചാങ്-ഇ-4 പേടകവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരി? ചൈനയുടെ ചാങ്-ഇ-4 പേടകവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻസ്: എ ചൈനീസ് ബഹിരാകാശ സഞ്ചാരിയെ ആദ്യമായി സ്പേസ് സ്റ്റേഷനിലെത്തിച്ച പേടകം, ബി ചൊവ്വയിലേക്കുള്ള ചൈനയുടെ 2ാമത്തെ പേടകം, സി ലോകം കണ്ട ഏറ്റവും മാരകമായ ആണവേതര ബോംബ് പരീക്ഷിച്ച പേടകം, ഡി ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ആദ്യ പേടകം. ഓപ്ഷൻസ്: എ ചൈനീസ് ബഹിരാകാശ സഞ്ചാരിയെ ആദ്യമായി സ്പേസ് സ്റ്റേഷനിലെത്തിച്ച പേടകം, ബി ചൊവ്വയിലേക്കുള്ള ചൈനയുടെ 2ാമത്തെ പേടകം, സി ലോകം കണ്ട ഏറ്റവും മാരകമായ ആണവേതര ബോംബ് പരീക്ഷിച്ച പേടകം,
ഡി ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ആദ്യ പേടകം. ഉത്തരം ഓപ്ഷൻ ഡി ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ആദ്യ പേടകം. ചൈനയുടെ ചാങ് ഇ 4 പേടകവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ആദ്യ പേടകം. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കുന്ന ആദ്യ രാജ്യമാണ് ചൈന. ജനുവരി 3-നാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ 8th കെൻ ബേസിനിൽ ചാങ് ഇ 4 പേടകം ഇറങ്ങിയത്. 18ാമത്തെ ചോദ്യം. മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് സംവരണം നൽകുന്ന ബിൽ ഭരണഘടനയുടെ എത്രാമത് ഭേദഗതിയായാണ് പാർലമെന്റ് പാസാക്കിയത്? മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് സംവരണം നൽകുന്ന ബിൽ ഭരണഘടനയുടെ എത്രാമത് ഭേദഗതിയായാണ് പാർലമെന്റ് പാസാക്കിയത്? ഓപ്ഷൻസ് എ 112, ബി 120, സി 124, ഡി 118. ഓപ്ഷൻസ് എ 112, ബി 120, സി 124, ഡി 118. ഉത്തരം ഓപ്ഷൻ സി 124. മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് സംവരണം നൽകുന്ന ബിൽ ഭരണഘടനയുടെ എത്രാമത് ഭേദഗതിയായാണ് പാർലമെന്റ് പാസാക്കിയത്? ഉത്തരം ഓപ്ഷൻ സി 124. 19ാമത്തെ ചോദ്യം. മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള 124ാമത് ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്നത് എപ്പോൾ? മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള 124ാമത് ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്നത് എപ്പോൾ? ഓപ്ഷൻസ് എ 2019 ജനുവരി 12, ബി 2019 ജനുവരി 13, സി 2019 ജനുവരി 14, ഡി 2019 ജനുവരി 15. ഓപ്ഷൻസ് 2019 ജനുവരി 12, ബി 2019 ജനുവരി 13, സി 2019 ജനുവരി 14, ഡി 2019 ജനുവരി 15. ഉത്തരം ഓപ്ഷൻ സി 2019 ജനുവരി 14. മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള 124ാമത് ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്നത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ സി 2019 ജനുവരി 14. പാർലമെന്റ് പാസാക്കിയ 124ാമത് ഭരണഘടനാ ഭേദഗതി 2019 ജനുവരി 12-ന് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടി. ജനുവരി 15 മുതലുള്ള എല്ലാ സർക്കാർ നിയമനങ്ങളിലും നിയമം ബാധകമാക്കിയ ഗുജറാത്താണ് ഈ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. 20ാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്ന്? അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻസ് എ ജനുവരി 24, ബി ജനുവരി 23, സി ജനുവരി 22, ഡി ജനുവരി 25. ഓപ്ഷൻസ് എ ജനുവരി 24, ബി ജനുവരി 23, സി ജനുവരി 22, ഡി ജനുവരി 25. ഉത്തരം ഓപ്ഷൻ എ ജനുവരി 24. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ ജനുവരി 24. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നവംബർ 11-ആണ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ 1-ന് നിലവിൽ വന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A ആണ് ഇതിന് നിയമ പരിരക്ഷ നൽകുന്നത്. 21ാമത്തെ ചോദ്യം. ഇംപെക്സ് 2018-19 ഏതെല്ലാം രാജ്യങ്ങൾ സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസമാണ്? ഇംപെക്സ് 2018-19 ഏതെല്ലാം രാജ്യങ്ങൾ സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസമാണ്? ഓപ്ഷൻസ് എ ഇന്ത്യ ചൈന, ബി ഇന്ത്യ ബംഗ്ലാദേശ്, സി ഇന്ത്യ മ്യാൻമർ, ഡി ഇന്ത്യ ശ്രീലങ്ക. ഓപ്ഷൻസ് എ ഇന്ത്യ ചൈന, ബി ഇന്ത്യ ബംഗ്ലാദേശ്, സി ഇന്ത്യ മ്യാൻമർ, ഡി ഇന്ത്യ ശ്രീലങ്ക.
ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യ മ്യാൻമർ. ഇംപാക്സ് 2018-19 ഏതെല്ലാം രാജ്യങ്ങൾ സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസമാണ്? ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യ മ്യാൻമർ. ഹരിയാനയിലെ ചാന്ദി മന്ദിർ മിലിറ്ററി സ്റ്റേഷനിലാണ് ഇംപാക്സ് 2018-19 പരിശീലനം. 22ാമത്തെ ചോദ്യം, ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് കേരളം ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയത്? ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് കേരളം ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയത്? ഓപ്ഷൻസ് എ ഗുജറാത്ത്, ബി ഹിമാചൽ പ്രദേശ്, സി വിദർഭ, ഡി സൗരാഷ്ട്ര. ഓപ്ഷൻസ് എ ഗുജറാത്ത്, ബി ഹിമാചൽ പ്രദേശ്, സി വിദർഭ, ഡി സൗരാഷ്ട്ര. ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്ത്. ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് കേരളം ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയത്? ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്ത്. 23ാമത്തെ ചോദ്യം, 2019 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെ? 2019 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെ വച്ചാണ്? ഓപ്ഷൻസ് എ നാഗ്പൂർ, ബി കലിംഗ, സി പൂനെ, ഡി റാഞ്ചി. ഓപ്ഷൻസ് എ നാഗ്പൂർ, ബി കലിംഗ, പൂനെ, ഡി റാഞ്ചി. ഉത്തരം ഓപ്ഷൻ സി പൂനെ. 2019 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെ വച്ചാണ്? ഉത്തരം ഓപ്ഷൻ സി പൂനെ. 2018 ഡൽഹിയിൽ വച്ചായിരുന്നു ആദ്യ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. 24ാമത്തെ ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ISROയുടെ പദ്ധതിയുടെ പേര്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ISRO പദ്ധതിയുടെ പേര്? ഓപ്ഷൻസ് എ ഗഗൻയാൻ, ബി ഗഗൻ യാത്ര, സി മംഗൾയാൻ, ഡി നിലവിൽ പേരിട്ടിട്ടില്ല. ഓപ്ഷൻസ് എ ഗഗൻയാൻ, ബി ഗഗൻ യാത്ര, സി മംഗൾയാൻ, ഡി നിലവിൽ പേരിട്ടിട്ടില്ല. ഉത്തരം ഓപ്ഷൻ എ ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ISRO പദ്ധതിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ എ ഗഗൻയാൻ. 2021 ഡിസംബറിൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുമെന്നാണ് ISRO പ്രഖ്യാപനം. ഇതിനായി രൂപവൽക്കരിച്ച ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ഡയറക്ടറായി കോട്ടയം കോതനല്ലൂർ സ്വദേശി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായരെയാണ് നിയമിച്ചിരിക്കുന്നത്. പ്രൊജക്ട് ഡയറക്ടറായി ആലപ്പുഴ സ്വദേശി ആർ ഹട്ടനെയും നിയമിച്ചു. 25ാമത്തെ ചോദ്യം, ഇന്ത്യ ഗവൺമെന്റിന്റെ 2018 മഹാത്മാഗാന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്ക് അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിന്? ഇന്ത്യ ഗവൺമെന്റിന്റെ 2018 മഹാത്മാഗാന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്ക് അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിന്? ഓപ്ഷൻസ് എ വിവേകാനന്ദ കേന്ദ്ര കന്യാകുമാരി, ബി അക്ഷയപാത്ര ഫൗണ്ടേഷൻ, സി ചാന്ദി പ്രസാദ് ഭട്ട്, ഡി യോഹി സസാകാവ. ഓപ്ഷൻസ് എ വിവേകാനന്ദ കേന്ദ്ര കന്യാകുമാരി, ബി അക്ഷയപത്ര ഫൗണ്ടേഷൻ, സി ചാന്ദി പ്രസാദ് ഭട്ട്, ഡി യോഹി സസാകാവ. ഉത്തരം ഓപ്ഷൻ ഡി യോഹി സസാകാവ. ഇന്ത്യ ഗവൺമെന്റിന്റെ 2018 മഹാത്മാഗാന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്ക്, ഏത് സ്ഥാപനത്തിന്? ഉത്തരം ഓപ്ഷൻ ഡി യോഹി സസാകാവ. ലോകാരോഗ്യ സംഘടനയുടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഗുഡ്വിൽ അംബാസഡറാണ് ജപ്പാൻകാരനായ യോഹി സസാകാവ. 26ാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചാൻസലറായ കേരളത്തിലെ ഏക സർവകലാശാല? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചാൻസലറായ കേരളത്തിലെ ഏക സർവകലാശാല? ഓപ്ഷൻസ് എ കുസാറ്റ്, ബി കാസർഗോഡ് കേന്ദ്ര സർവകലാശാല, സി സംസ്കൃത സർവകലാശാല, ഡി. ഓപ്ഷൻസ് എ കുസാറ്റ്, ബി കാസർഗോഡ് കേന്ദ്ര സർവകലാശാല, സി
സംസ്കൃത സർവകലാശാല, ഡി. ന്യൂവാൽസ്. ഉത്തരം ഓപ്ഷൻ ഡി, ന്യൂവാൽസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചാൻസലറായ കേരളത്തിലെ ഏക സർവകലാശാല. ഉത്തരം ഓപ്ഷൻ ഡി, ന്യൂവാൽസ്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൻ്റെ ചുരുക്കപ്പേരാണ് ന്യൂവാൽസ്. ന്യൂവാൽസിൻ്റെ പുതിയ വൈസ് ചാൻസലറായി ഡോക്ടർ KC സണ്ണിയെ ജനുവരി 15 ചാൻസലർ നിയമിച്ചു. 27ാമത്തെ ചോദ്യം. രാജ്യത്തെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ സ്റ്റാർട്ടപ്പ് കോംപ്ലക്സ് തുടങ്ങിയത് എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ സ്റ്റാർട്ടപ്പ് കോംപ്ലക്സ് തുടങ്ങിയത് എവിടെയാണ്? ഓപ്ഷൻസ്: എ. തിരുവനന്തപുരം, ബി. കളമശ്ശേരി, സി. ബംഗളൂരു, ഡി. ചെന്നൈ. ഓപ്ഷൻസ്: എ. തിരുവനന്തപുരം, ബി. കളമശ്ശേരി, സി. ബംഗളൂരു, ഡി. ചെന്നൈ. ഉത്തരം ഓപ്ഷൻ ബി, കളമശ്ശേരി. രാജ്യത്തെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ സ്റ്റാർട്ടപ്പ് കോംപ്ലക്സ് തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, കളമശ്ശേരി. 28ാമത്തെ ചോദ്യം. ജനുവരി 20 113-ാം വയസ്സിൽ അന്തരിച്ച മസാസോ നൊനാക്ക ഏത് രാജ്യക്കാരനായിരുന്നു? ജനുവരി 20 113-ാം വയസ്സിൽ അന്തരിച്ച മസാസോ നൊനാക്ക ഏത് രാജ്യക്കാരനായിരുന്നു? ഓപ്ഷൻസ്: എ. ജപ്പാൻ, ബി. ഉത്തര കൊറിയ, സി. ദക്ഷിണ കൊറിയ, ഡി. തായ്ലൻഡ്. ഓപ്ഷൻസ്: എ. ജപ്പാൻ, ബി. ഉത്തര കൊറിയ, സി. ദക്ഷിണ കൊറിയ, ഡി. തായ്ലൻഡ്. ഉത്തരം ഓപ്ഷൻ എ, ജപ്പാൻ. ജനുവരി 20 113-ാം വയസ്സിൽ അന്തരിച്ച മസാസോ നൊനാക്ക ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, ജപ്പാൻ. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച മനുഷ്യൻ എന്ന ഗിന്നസ് റെക്കോർഡ് ഴാങ് ലൂയിയുടെ പേരിലാണ്. 1997 122-ാം വയസ്സിലാണ് ഇവർ അന്തരിച്ചത്. 29ാമത്തെ ചോദ്യം. നിധി പ്രയാസ് എന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിധി പ്രയാസ് എന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: എ. ചെറുകിട വ്യവസായം, ബി. സ്റ്റാർട്ടപ്പ്, സി. കാർഷിക ഉപകരണ നിർമ്മാണം, ഡി. കാർഷിക യന്ത്രവൽക്കരണം. ഓപ്ഷൻസ്: എ. ചെറുകിട വ്യവസായം, ബി. സ്റ്റാർട്ടപ്പ്, സി. കാർഷിക ഉപകരണ നിർമ്മാണം, ഡി. കാർഷിക യന്ത്രവൽക്കരണം. ഉത്തരം ഓപ്ഷൻ ബി, സ്റ്റാർട്ടപ്പ്. നിധി പ്രയാസ് എന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, സ്റ്റാർട്ടപ്പ്. 30ാമത്തെ ചോദ്യം. മലയാള ഭാഷയ്ക്കുള്ള സംഭാവനകൾ പരിഗണിച്ച് രാഷ്ട്രപതി നൽകുന്ന ആദ്യ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? മലയാള ഭാഷയ്ക്കുള്ള സംഭാവനകൾ പരിഗണിച്ച് രാഷ്ട്രപതി നൽകുന്ന ആദ്യ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻസ്: എ. ഡോക്ടർ P.K. രാജശേഖരൻ, ബി. ഡോക്ടർ V.R. പ്രബോധചന്ദ്രൻ, സി. K. ജയകുമാർ, ഡി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓപ്ഷൻസ്: എ. ഡോക്ടർ P.K. രാജശേഖരൻ, ബി. ഡോക്ടർ V.R. പ്രബോധചന്ദ്രൻ, സി. K. ജയകുമാർ, ഡി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഉത്തരം ഓപ്ഷൻ ബി, ഡോക്ടർ V.R. പ്രബോധചന്ദ്രൻ. മലയാള ഭാഷയ്ക്കുള്ള സംഭാവനകൾ പരിഗണിച്ച് രാഷ്ട്രപതി നൽകുന്ന ആദ്യ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ബി, ഡോക്ടർ V.R. പ്രബോധചന്ദ്രൻ. 31ാമത്തെ ചോദ്യം. 2019 പ്രവാസി ഭാരതീയ സമ്മേളനം നടന്നത് എവിടെ? 2019 പ്രവാസി ഭാരതീയ സമ്മേളനം നടന്നത് എവിടെ? ഓപ്ഷൻസ്: എ. പ്രയാഗ്രാജ്, ബി. വാരണാസി, സി. അമേഠി, ഡി. പട്ന. ഓപ്ഷൻസ്: എ. പ്രയാഗ്രാജ്, ബി. വാരണാസി, സി. അമേഠി, ഡി. പട്ന. ഉത്തരം ഓപ്ഷൻ ബി, വാരണാസി. 2019 പ്രവാസി ഭാരതീയ സമ്മേളനം നടന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി, വാരണാസി. മൗറീഷ്യസ് പ്രധാനമന്ത്രി
പ്രവിന്ദ് ജുഗ്നൗത്ത് ആയിരുന്നു മുഖ്യാതിഥി. 2003 പ്രവാസി ഭാരതീയ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. 2 വർഷം കൂടുമ്പോഴാണ് സമ്മേളനം നടത്തുന്നത്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ സ്മരണയ്ക്കായി പ്രവാസി ഭാരതീയ ദിനമായി എല്ലാ വർഷവും ജനുവരി 9 ആചരിച്ചു വരുന്നുണ്ട്. 32ാമത്തെ ചോദ്യം. ഓസ്ട്രേലിയൻ മണ്ണിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ വിജയിച്ച ആദ്യ ഏകദിന പരമ്പരയിൽ മാൻ ഓഫ് ദ സീരീസായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓസ്ട്രേലിയൻ മണ്ണിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ വിജയിച്ച ആദ്യ ഏകദിന പരമ്പരയിൽ മാൻ ഓഫ് ദ സീരീസായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓപ്ഷൻസ്: എ. യുസ്വേന്ദ്ര ചാഹൽ, ബി. വിരാട് കോഹ്ലി, സി. എം.എസ്. ധോണി, ഡി. രോഹിത് ശർമ്മ. ഓപ്ഷൻസ്: എ. യുസ്വേന്ദ്ര ചാഹൽ, ബി. വിരാട് കോഹ്ലി, സി. എം.എസ്. ധോണി, ഡി. രോഹിത് ശർമ്മ. ഉത്തരം ഓപ്ഷൻ സി, എം.എസ്. ധോണി. ഓസ്ട്രേലിയൻ മണ്ണിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ വിജയിച്ച ആദ്യ ഏകദിന പരമ്പരയിൽ മാൻ ഓഫ് ദ സീരീസായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ സി, എം.എസ്. ധോണി. 33ാമത്തെ ചോദ്യം. 2018 ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ആര്? 2018 ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻസ്: എ. എം.എസ്. ധോണി, ബി. വിരാട് കോഹ്ലി, സി. ഋഷഭ് പന്ത്, ഡി. ആർ. അശ്വിൻ. ഓപ്ഷൻസ്: എ. എം.എസ്. ധോണി, ബി. വിരാട് കോഹ്ലി, സി. ഋഷഭ് പന്ത്, ഡി. ആർ. അശ്വിൻ. ഉത്തരം ഓപ്ഷൻ ബി, വിരാട് കോഹ്ലി. 2018 ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, വിരാട് കോഹ്ലി. 2018 മികച്ച ടെസ്റ്റ് ഏകദിന പുരസ്കാരവും കോഹ്ലിക്കാണ്. 3 പുരസ്കാരവും ഒരുമിച്ച് നേടുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി. 34ാമത്തെ ചോദ്യം. കേരള സാഹിത്യ അക്കാദമിയുടെ 2017 മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആര്? കേരള സാഹിത്യ അക്കാദമിയുടെ 2017 മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻസ്: എ. സച്ചിദാനന്ദൻ, ബി. കെ.ജി. ശങ്കരപ്പിള്ള, സി. വീരാൻകുട്ടി, ഡി. പവിത്രൻ തീക്കുനി. ഓപ്ഷൻസ്: എ. സച്ചിദാനന്ദൻ, ബി. കെ.ജി. ശങ്കരപ്പിള്ള, സി. വീരാൻകുട്ടി, ഡി. പവിത്രൻ തീക്കുനി. ഉത്തരം ഓപ്ഷൻ സി, വീരാൻകുട്ടി. കേരള സാഹിത്യ അക്കാദമിയുടെ 2017 മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഉത്തരം ഓപ്ഷൻ സി, വീരാൻകുട്ടി. കവിത മിണ്ടാപ്രാണി. 35ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ 2019 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥി ആരാണ്? ഇന്ത്യയുടെ 2019 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥി ആരാണ്? ഓപ്ഷൻസ്: എ. മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, ബി. സുൽത്താൻ ഹസ്നൽ ബോൽകിയ, സി. ഡൊണാൾഡ് ട്രംപ്, ഡി. സിറിൽ റമഫോസ. ഓപ്ഷൻസ്: എ. മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, ബി. സുൽത്താൻ ഹസ്നൽ ബോൽകിയ, സി. ഡൊണാൾഡ് ട്രംപ്, ഡി. സിറിൽ റമഫോസ. ഉത്തരം ഓപ്ഷൻ ഡി, സിറിൽ റമഫോസ. ഇന്ത്യയുടെ 2019 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സിറിൽ റമഫോസ. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റാണ് സിറിൽ റമഫോസ. നെൽസൺ മണ്ടേലയ്ക്ക് ശേഷം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയാവുന്ന ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റാണ് റമഫോസ. ഇന്ത്യയുടെ 70ാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ് 2019. 36ാമത്തെ ചോദ്യം. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 2019 വാർഷിക സമ്മേളനം എവിടെ വച്ചാണ്? ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 2019 വാർഷിക സമ്മേളനം എവിടെ വച്ചാണ്? ഓപ്ഷൻസ്: എ. മുംബൈ, ബി. ന്യൂയോർക്ക്, സി. റിയോ ഡി ജനീറോ, ഡി. ദാവോസ്. ഓപ്ഷൻസ്: എ. മുംബൈ, ബി. ന്യൂയോർക്ക്, സി. റിയോ ഡി ജനീറോ, ഡി. ദാവോസ്.
ഉത്തരം ഓപ്ഷൻ ഡി ദാവോസ്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 2019 വാർഷിക സമ്മേളനം എവിടെ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ ഡി ദാവോസ്. യൂറോപ്യൻ എക്കണോമിക് ഫോറം എന്ന പേരിൽ പ്രവർത്തിച്ച സംഘടന വിപുലപ്പെടുത്തി 1987 വേൾഡ് എക്കണോമിക് ഫോറമായി മാറിയത്. 2015 അന്താരാഷ്ട്ര സംഘടനയായി അംഗീകരിക്കപ്പെട്ടു. ക്ലോസ് ഷ്വാബ് ആണ് ഇതിൻ്റെ സ്ഥാപകനും എക്സിക്യൂട്ടീവ് ചെയർമാനും. 37ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സിനിമാ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ സിനിമാ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? ഓപ്ഷൻസ് എ പൂനെ, ബി മുംബൈ, സി അടയാർ, ഡി ഗോവ. ഓപ്ഷൻസ് എ പൂനെ, ബി മുംബൈ, സി അടയാർ, ഡി ഗോവ. ഉത്തരം ഓപ്ഷൻ ബി മുംബൈ. ഇന്ത്യയിലെ ആദ്യ സിനിമാ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി മുംബൈ. 2019 ജനുവരി 19 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ എന്നാണ് പേര്. ഏഷ്യയിലെ ഏറ്റവും ബൃഹത്തായ സിനിമാ മ്യൂസിയമാണ് ഇത്. 38ാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ജനുവരി 27 കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത IREPയുടെ മുഴുവൻ പേരെന്ത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ജനുവരി 27 കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത IREPയുടെ മുഴുവൻ പേര് എന്ത്? ഓപ്ഷൻസ് എ ഇന്ത്യൻ റിഫൈനറി എക്സ്പോർട്ട് പ്രൊജക്ട്, ബി ഇൻ്റഗ്രേറ്റഡ് റിഫൈനറി എക്സ്പോർട്ട് പ്രൊജക്ട്, സി ഇൻ്റഗ്രേറ്റഡ് റിഫൈനറി എക്സ്പാൻഷൻ പ്രൊജക്ട്, ഡി ഇന്ത്യൻ റിഫൈനറി എക്സ്പോർട്ട് പ്രൊജക്ട്. ഓപ്ഷൻസ് എ ഇന്ത്യൻ റിഫൈനറി എക്സ്പോർട്ട് പ്രൊജക്ട്, ബി ഇൻ്റഗ്രേറ്റഡ് റിഫൈനറി എക്സ്പോർട്ട് പ്രൊജക്ട്, സി ഇൻ്റഗ്രേറ്റഡ് റിഫൈനറി എക്സ്പാൻഷൻ പ്രൊജക്ട്, ഡി ഇന്ത്യൻ റിഫൈനറി എക്സ്പോർട്ട് പ്രൊജക്ട്. ഉത്തരം ഓപ്ഷൻ സി ഇൻ്റഗ്രേറ്റഡ് റിഫൈനറി എക്സ്പാൻഷൻ പ്രൊജക്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ജനുവരി 27 കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത IREPയുടെ മുഴുവൻ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ സി ഇൻ്റഗ്രേറ്റഡ് റിഫൈനറി എക്സ്പാൻഷൻ പ്രൊജക്ട്. BPCL കൊച്ചി റിഫൈനറിയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതോടെ എണ്ണ ശുദ്ധീകരണ ശേഷിയിൽ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ പ്ലാന്റായി കൊച്ചി റിഫൈനറി മാറി. 39ാമത്തെ ചോദ്യം, ആപ്ത പ്രബന്ധൻ പുരസ്കാരം ഏത് ദേശീയ നേതാവിൻ്റെ സ്മരണയ്ക്കായുള്ളതാണ്? ആപ്ത പ്രബന്ധൻ പുരസ്കാരം ഏത് ദേശീയ നേതാവിൻ്റെ സ്മരണയ്ക്കായുള്ളതാണ്? ഓപ്ഷൻസ് എ ദീൻ ദയാൽ ഉപാധ്യായ, ബി സുഭാഷ് ചന്ദ്രബോസ്, സി സർദാർ വല്ലഭായ് പട്ടേൽ, ഡി അടൽ ബിഹാരി വാജ്പേയി. ഓപ്ഷൻസ് എ ദീൻ ദയാൽ ഉപാധ്യായ, ബി സുഭാഷ് ചന്ദ്രബോസ്, സി സർദാർ വല്ലഭായ് പട്ടേൽ, ഡി അടൽ ബിഹാരി വാജ്പേയി. ഉത്തരം ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്. ആപ്ത പ്രബന്ധൻ പുരസ്കാരം ഏത് ദേശീയ നേതാവിൻ്റെ സ്മരണയ്ക്കായുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 122ാം ജന്മവാർഷികമായ 2019 ജനുവരി 23 ആപ്ത പ്രബന്ധൻ പുരസ്കാരം ആദ്യമായി പ്രഖ്യാപിച്ചത്. ദുരന്ത നിവാരണ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയുമാണ് ആപ്ത പ്രബന്ധൻ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. ആദ്യ പുരസ്കാരം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഗാസിയാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 8ാം ബറ്റാലിയന് ലഭിച്ചു. നേതാജിയുടെ സ്മരണയ്ക്കായി ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന പേരിൽ മ്യൂസിയവും 2019 ജനുവരി 23 തുറന്നു. 40ാമത്തെ ചോദ്യം, 2019 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗം കിരീടം നേടിയത് ആര്? 2019 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗം കിരീടം നേടിയത് ആര്? ഓപ്ഷൻസ് എ നൊവാക് ജോക്കോവിച്ച്, ബി റാഫേൽ നദാൽ, സി
റോജർ ഫെഡറർ, ഡി അലക്സാണ്ടർ സ്വറേവ്. ഓപ്ഷൻസ് എ നൊവാക് ജോക്കോവിച്ച്, ബി റാഫേൽ നദാൽ, സി റോജർ ഫെഡറർ, ഡി അലക്സാണ്ടർ സ്വറേവ്. ഉത്തരം ഓപ്ഷൻ എ നൊവാക് ജോക്കോവിച്ച്. 2019 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗം കിരീടം നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ നൊവാക് ജോക്കോവിച്ച്. ഫൈനലിൽ റാഫേൽ നദാലിനെ പരാജയപ്പെടുത്തിയാണ് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കിരീടം നേടിയത്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ ജോക്കോവിച്ചിന്റെ 7ാം കിരീട നേട്ടമാണിത്. വനിതാ സിംഗിൾസിൽ ജപ്പാന്റെ നവോമി ഒസാക്ക കിരീടം നേടി. 41ാമത്തെ ചോദ്യം. ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനില്ലാത്ത ആദ്യ ട്രെയിനായ ട്രെയിൻ 18ന്റെ പുതിയ പേരെന്ത്? ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനില്ലാത്ത ആദ്യ ട്രെയിനായ ട്രെയിൻ 18ന്റെ പുതിയ പേര് എന്ത്? ഓപ്ഷൻസ് എ വിവേക് എക്സ്പ്രസ്, ബി വന്ദേ ഭാരത് എക്സ്പ്രസ്, സി സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്, ഡി മേക്ക് ഇൻ ഇന്ത്യ എക്സ്പ്രസ്. ഓപ്ഷൻസ് എ വിവേക് എക്സ്പ്രസ്, ബി വന്ദേ ഭാരത് എക്സ്പ്രസ്, സി സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്, ഡി മേക്ക് ഇൻ ഇന്ത്യ എക്സ്പ്രസ്. ഉത്തരം ഓപ്ഷൻ ബി വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനില്ലാത്ത ആദ്യ ട്രെയിനായ ട്രെയിൻ 18ന്റെ പുതിയ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ബി വന്ദേ ഭാരത് എക്സ്പ്രസ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഡൽഹി വാരണാസി റൂട്ടിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉടൻ സർവീസ് തുടങ്ങും. മണിക്കൂറിൽ 160 കിലോമീറ്ററാണ് ട്രെയിനിന്റെ വേഗം. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ട്രെയിൻ നിർമ്മിച്ചത്. 42ാമത്തെ ചോദ്യം. 2018 ദക്ഷിണേന്ത്യൻ സാഹിത്യ പുരസ്കാരം നേടിയ ജയന്ത് കെയ്കിനി ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ്? 2018 ദക്ഷിണേന്ത്യൻ സാഹിത്യ പുരസ്കാരം നേടിയ ജയന്ത് കെയ്കിനി ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ്? ഓപ്ഷൻസ് എ കന്നഡ, ബി തെലുങ്ക്, സി തമിഴ്, ഡി ഒഡിയ. ഓപ്ഷൻസ് എ കന്നഡ, ബി തെലുങ്ക്, സി തമിഴ്, ഡി ഒഡിയ. ഉത്തരം ഓപ്ഷൻ എ കന്നഡ. 2018 ദക്ഷിണേന്ത്യൻ സാഹിത്യ പുരസ്കാരം നേടിയ ജയന്ത് കെയ്കിനി ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ്? ഉത്തരം ഓപ്ഷൻ എ കന്നഡ. കന്നഡയിലെ പ്രശസ്ത കവിയും ചെറുകഥാകൃത്തുമാണ് ജയന്ത് കെയ്കിനി. നോ പ്രസൻസ് പ്ലീസ് മുംബൈ സ്റ്റോറീസ് എന്ന കൃതിക്കാണ് പുരസ്കാരം. $25,000 ആണ് സമ്മാനത്തുക. 2011 മുതലാണ് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലെ എഴുത്തുകാരുടെ നോവലുകൾക്ക് DSC പുരസ്കാരം നൽകി തുടങ്ങിയത്. 43ാമത്തെ ചോദ്യം. 2019 ഭാരതരത്ന നേടിയ ഭൂപൻ ഹസാരിക താഴെ പറയുന്ന ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2019 ഭാരതരത്ന നേടിയ ഭൂപൻ ഹസാരിക താഴെ പറയുന്ന ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് എ രാഷ്ട്രീയം, ബി സാഹിത്യം, സി ശാസ്ത്രം, ഡി സംഗീതം. എ രാഷ്ട്രീയം, ബി സാഹിത്യം, സി ശാസ്ത്രം, ഡി സംഗീതം. ഉത്തരം ഓപ്ഷൻ ഡി സംഗീതം. 2019 ഭാരതരത്ന നേടിയ ഭൂപൻ ഹസാരിക താഴെ പറയുന്ന ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി സംഗീതം. 2011 അന്തരിച്ച ഭൂപൻ ഹസാരികയ്ക്ക് മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്ന നൽകിയത്. അസമീസ് സംഗീത ലോകത്തെ പ്രമുഖനായിരുന്നു. 44ാമത്തെ ചോദ്യം. കരിമ്പ് ജ്യൂസിനെ ദേശീയ പാനീയമായി പ്രഖ്യാപിച്ച രാജ്യം? കരിമ്പ് ജ്യൂസിനെ ദേശീയ പാനീയമായി പ്രഖ്യാപിച്ച രാജ്യം. ഓപ്ഷൻസ് എ ഇന്ത്യ, ബി പാകിസ്ഥാൻ, സി ബംഗ്ലാദേശ്, ഡി നേപ്പാൾ. ഓപ്ഷൻസ് എ ഇന്ത്യ, ബി പാകിസ്ഥാൻ, സി ബംഗ്ലാദേശ്, ഡി നേപ്പാൾ. ഉത്തരം ഓപ്ഷൻ ബി പാകിസ്ഥാൻ. കരിമ്പ് ജ്യൂസിനെ ദേശീയ പാനീയമായി പ്രഖ്യാപിച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ ബി പാകിസ്ഥാൻ.
45-ാമത്തെ ചോദ്യം. ഡോക്ടർ എം ലീലാവതിക്ക് ഏത് സാഹിത്യ വിഭാഗത്തിലെ സംഭാവനയ്ക്കാണ് 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഡോക്ടർ എം ലീലാവതിക്ക് ഏത് സാഹിത്യ വിഭാഗത്തിലെ സംഭാവനയ്ക്കാണ് 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻസ്: എ സാഹിത്യ വിമർശനം, ബി നിരൂപണം, സി കവിത, ഡി വിവർത്തനം. ഓപ്ഷൻസ്: എ സാഹിത്യ വിമർശനം, ബി നിരൂപണം, സി കവിത, ഡി വിവർത്തനം. ഉത്തരം ഓപ്ഷൻ ഡി വിവർത്തനം. ഡോക്ടർ എം ലീലാവതിക്ക് ഏത് സാഹിത്യ വിഭാഗത്തിലെ സംഭാവനയ്ക്കാണ് 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി വിവർത്തനം. ശ്രീമദ് വാൽമീകി രാമായണം എന്ന കാവ്യം സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിനാണ് പുരസ്കാരം. 50,000 രൂപയും ഫലകവുമാണ് പുരസ്കാരം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലോക ക്യാൻസർ ദിനമായി UN ആചരിക്കുന്നത് എന്ന്? ലോക ക്യാൻസർ ദിനമായി UN ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻസ്: എ ഫെബ്രുവരി 1, ബി ഫെബ്രുവരി 2, സി ഫെബ്രുവരി 3, ഡി ഫെബ്രുവരി 4. ഓപ്ഷൻസ്: എ ഫെബ്രുവരി 1, ബി ഫെബ്രുവരി 2, സി ഫെബ്രുവരി 3, ഡി ഫെബ്രുവരി 4. ഉത്തരം ഓപ്ഷൻ ഡി ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനമായി UN ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി ഫെബ്രുവരി 4. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ ചോദ്യങ്ങൾ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക.